അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വിമർശനങ്ങൾക്ക് നേരെ ആയുധമെടുത്ത് വിമർശകരെ ഇല്ലാതാക്കേണ്ടി വരുന്നത്. അത് ആ മതത്തിൻ്റെ ഒരു ഗതികേടാണ്. അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കില്ല. ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം നോക്കിയാൽ അറിയാം, 1-ാം നൂറ്റാണ്ട് മുതൽ അത് വളർന്നു വന്നിട്ടുള്ളത് ആശയ സംവാദം നടത്തി തന്നെയാണ് എന്നുള്ള സത്യം സഭാചരിത്രം പഠിച്ചാൽ അറിയാം. സുവിശേഷം അറിയിക്കുന്നത് ഒരു ആശയ സംവാദമാണ്. സുവിശേഷം കേൾക്കുന്ന സത്യാന്വേഷിയായ ഒരാൾക്ക് തീർച്ചയായും ന്യായമായ പല സംശയങ്ങളും ഉണ്ടാകും. ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടി കഴിയുമ്പോഴാണ് അയാൾ സുവിശേഷം അംഗീകരിക്കുകയും യേശുക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നത്. 1-ാം നൂറ്റാണ്ട് മുതലേ യഹൂദന്മാരുമായും ഗ്രീക്കുകാരുമായും റോമാക്കാരുമായും ക്രിസ്ത്യാനികൾ ആശയ സംവാദങ്ങൾ നടത്തുകയും അതിൽ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ആശയ സംവാദത്തിൻ്റെ ഈ മാതൃക ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരുമെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. യേശുക്രിസ്തു 12-ാം വയസ്സിൽ